ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഐഫോൺ 15 Pro Max ആണ്. ഫേക്കാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫേക്കാണെന്ന് തോന്നില്ല. കാരണം അത്രയും പെർഫെക്റ്റായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് എന്ന് പറയുവാണെങ്കിൽ. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പക്ക ഡിറ്റോ മാച്ച്, കവർ, ഗ്ലാസ് എല്ലാം സെയിമാണ് വരുന്നത്. ബാക്കിൽ ക്യാമറ സംഭവങ്ങളെല്ലാം സെയിമാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് കോപ്പിയാണോ ഒറിജിനലാണോ എന്നുള്ളത്. അത്രയും സെയിമാണ് വരുന്നത് എല്ലാം. സോഫ്റ്റ്വെയർ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ആപ്ലിക്കേഷൻസ് വരുന്നത് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസും iOSൻ്റെ ആപ്ലിക്കേഷൻസും ഒരേപോലെ വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ വരുന്നത് 12 GB റാം, 512 GB സ്റ്റോറേജാണ് കാണിക്കുന്നത്, സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഡിവൈസ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും എത്ര GB ആണ് അതിൽ വരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രോസസ്സർ വരുന്നത് MediaTekൻ്റെ ആണ് വരുന്നത് പ്രോസസ്സർ വരുന്നത്. അതിൽ സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്റ്റോറേജ് കാണിച്ചത് 1 GB റാം, അതേപോലെ തന്നെ 8 GB മാത്രമേ സ്റ്റോറേജ് സ്പേസ് വരുന്നുള്ളൂ. അതിൽ 5 GB വരെ സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ട്. കാരണം ഇതിൽ ആൻഡ്രോയിഡിൻ്റെയും iOSൻ്റെയും സോഫ്റ്റ്വെയർ ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ സോഫ്റ്റ്വെയർ തന്നെ വരുന്നത് ഏകദേശം 5 GB, 6 GB സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് 1 ആപ്ലിക്കേഷൻസ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ഇവിടെ വരുന്നത് 250 ദിർഹംസ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ അറിയാലോ ഇതിന് ഡിസ്പ്ലേയിൽ ഗ്ലാസ്സിൽ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്ക്രാച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറിജിനലിൽ വരുന്നത് LTPO സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് വരുന്നത് 120 ഹെർട്സിൻ്റെ. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഏകദേശം 4500 ദിർഹംസ് വില വരുന്ന ഫോണാണ് ഐഫോൺ 15 Pro Max ഒറിജിനൽ. ഇത് ജസ്റ്റ് 250 ദിർഹംസിൻ്റെ ഫോണാണ്. നോർമലി നമ്മളെ എല്ലാ ഡിസ്പ്ലേയിലും അങ്ങനെ സ്ക്രാച്ച് അങ്ങനെ വലിയ രീതിയിൽ വരില്ല. അതാണ് ഒന്നാമത്തേത്. ഗ്ലാസ്സിൽ അങ്ങനെ പെട്ടെന്ന് സ്ക്രാച്ച് സംഭവങ്ങളൊന്നും വരില്ല. സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ എന്തായാലും സക്സസ് ആണ്. വലിയ സ്ക്രാച്ച് സംഭവങ്ങളൊന്നും വരുന്നില്ല. ബോഡി ഒന്നും പറയാനില്ല ഗൈസ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലിനെക്കാട്ടി ബെറ്റർ ബോഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ക്രാച്ച് ചെയ്തിട്ട് സ്ക്രാച്ച് വീഴുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഫയൽ ഉപയോഗിച്ച് അത് ഉരസി നോക്കിയപ്പോൾ കളർ തന്നെ വലിയ രീതിയിലൊന്നും പോകുന്നില്ല. പിന്നെ ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ ബട്ടൺസും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഈ പ്രൈസിന് നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വേറെ ഒരു ഫോണിനും എന്തായാലും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ വരുന്നത് ബാക്കിൽ 3 ക്യാമറ വരുന്നുണ്ട്. ക്യാമറയിൽ 1 മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഡമ്മി ക്യാമറാസാണ് വരുന്നത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വരുന്നത് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അത് ക്യാമറയുടെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വരുന്നത്, അതുകൊണ്ടാണ് നല്ല രീതിയിൽ സ്ക്രാച്ച് വീഴുന്നുണ്ട് ക്യാമറ ഗ്ലാസ്സിൽ. ബാക്ക് ഓൾറെഡി പൊട്ടിയിട്ടുള്ളതാണ്. അത് ഇതുപോലെ താഴെ വീണപ്പോൾ പൊട്ടിയിട്ടുള്ളതാണ്. അത് നോർമൽ ഒരു ഗ്ലാസ് മാത്രമാണ് വരുന്നത്. ബാക്കാണ് നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നോർമലി ഒരു നോർമൽ തിൻ ഗ്ലാസ് ആണ് വരുന്നത്. അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിപ്പോൾ നമുക്ക് ജെറിക്ക് എവരിത്തിങ്ങിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒറിജിനലിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്ക് ഗ്ലാസ് ഒറിജിനലിൻ്റെതും പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ 15 പ്രോയുടേത് പൊട്ടുന്നുമില്ല. സംഭവം വലിയ ഫോണായതുകൊണ്ടുള്ള ഇതായിരിക്കാം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള കാരണം. ബോഡി ഒരു രക്ഷയില്ല. ഡിസ്പ്ലേയും ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സ്ക്രാച്ച് ചെയ്യുമ്പോൾ പോലും ഒരു സ്ക്രാച്ച് പോലും വീഴുന്നില്ല ഗൈസ്. അതാണ് മെയിൻ
സംഭവം. പെട്ടെന്നൊന്നും സ്ക്രാച്ച് പോലും വീഴുന്നില്ല, അതായത് കളറ് പോലും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗൈസ് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാം സോഫ്റ്റ്വെയർ സംഭവങ്ങളെല്ലാം ഡിറ്റോ മാച്ചാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു അറിയാത്ത ഒരാളാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫറൻസ്, വലിയ ഡിഫറൻസ് സംഭവങ്ങളൊന്നും തോന്നുന്നില്ല ഇതിൽ. അതാണ് പ്രത്യേകത. അതായത് ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അടുത്ത് വന്നിട്ടുള്ള ഒരു കസ്റ്റമർ ഇതേപോലെ ഫോണ് ഒരു പാകിസ്ഥാനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ഐഫോണിനെ കുറിച്ച് വലിയ ഐഡിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എന്താ പറയുക, നോർമൽ 4500 ദിറംസിൻ്റെ സാധനം 1000 ദിറംസിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരായാലും ഒന്ന് കണ്ണ് മഞ്ഞളിച്ച് പോകും. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. 1000 ദിറംസ് കൊടുത്ത് മേടിച്ചിട്ട്, നോർമലി മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ദിറംസിന് കിട്ടുന്ന സാധനമാണ്. അതാണ് ആൾ 1000 ദിറംസിന് മേടിച്ചിട്ടുള്ളത്. ക്യാമറ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ്, പ്രൊട്ടക്ഷനാണ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നല്ല രീതിയിൽ സ്ക്രാച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഒരു രക്ഷയില്ല. ബോഡി എന്ത് ചെയ്തിട്ടും ബെൻഡാവുന്നില്ല. ബാക്ക് ഗ്ലാസ് പൊട്ടിപ്പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിന്ന് ഗ്ലാസ്സാണ് വരുന്നത്, അത് പൊട്ടിപ്പോവും. പക്ഷെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല ഗൈസ്. ഒരു ബെൻഡോ സംഭവങ്ങളോ ഡിസ്പ്ലേക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഒരു രക്ഷയില്ല. ക്യാമറയിലുള്ള ഗ്ലാസ്, പ്രൊട്ടക്ഷൻ ഗ്ലാസ് പ്ലാസ്റ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞില്ല, പക്ഷെ അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഹീറ്റ് അടിച്ച് നോക്കുന്ന സമയത്ത് അത് ഉരുകുന്നൊന്നുമില്ല, ഒരു പ്രശ്നം കാണിക്കുന്നില്ല. അതെനിക്ക് തോന്നുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ച് വീഴുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.